നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഹബീബിലേക്ക് ചേരാനുള്ള കൈവഴികൾ ഏതൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ലയിക്കുവാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായി അവിടുത്തെ പരിശുദ്ധമായ മതമാകുന്ന ഇസ്ലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതാണെന്നറിയപ്പെട്ടതിന് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നതാണെന്നറിഞ്ഞത് മുഴുവനും التصديق بما علم مجيئه به صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതാണെന്നറിയപ്പെട്ടത് മുഴുവനെയും അംഗീകരിക്കലാണ്. എന്റെ ഹബീബ് കൊണ്ടുവന്നതാണോ അതിനെ ഞാൻ സ്വീകരിക്കുക തന്നെ. ഒരു പ്രണയത്തിന്റെ ആളായി മാറിയാൽ, സ്നേഹത്തിന്റെ ആളായി മാറിയാൽ നിയമം മാത്രം പഠിപ്പിക്കുന്ന ഒരു നിയമജ്ഞനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കേവലമായ ചില സിദ്ധാന്തങ്ങളെ അടയാളപ്പെടുത്തിയ സൈദ്ധാന്തികനല്ല. പ്രായോഗികമായ ജീവിതത്തിൽ പുലർത്തേണ്ട നിയമങ്ങളും വ്യവസ്ഥിതികളും പറയുന്ന ലോകത്തിന്റെ നേതാവ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഹൃദയത്തിലെ മഹബ്ബത്താണ്. ആ പ്രണയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നാൽ ഹബീബുമായി ബന്ധപ്പെട്ടത് മുഴുവനും അവിടുന്ന് പ്രിയപ്പെട്ടതായി മാറുന്നു. അതിലെ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. സമയവും സന്ദർഭവും അനുസരിച്ച് വളരെ ചുരുക്കി മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാനുള്ള വഴി ഏതാണ്? ഹബീബ്. ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹിക്കപ്പെടുന്ന ആളുമായി ബന്ധപ്പെട്ടത് മുഴുവനും പ്രിയപ്പെട്ടതാണ്. എനിക്കിഷ്ടമുള്ള ആളുടെ പേരിനോട് എനിക്ക് പ്രിയമാണ്. എനിക്കിഷ്ടമുള്ള ആളുടെ നാടിനോട് എനിക്ക് പ്രിയമാണ്. എനിക്കിഷ്ടമുള്ള ആളുമായി ബന്ധപ്പെട്ടവരോട് എനിക്ക് പ്രിയമാണ്. എന്റെ കാമുകയുടെ നാടാണ്, എന്റെ കാമുകയുടെ വീടാണ്, എന്റെ കാമുകയുടെ പേരാണ്, എന്റെ കാമുകയുടെ അടുത്ത കൂട്ടുകാരനാണ് തുടങ്ങിയുള്ളതെല്ലാം ഒരാൾക്ക് സ്നേഹിക്കാനുള്ള മാനദണ്ഡമാണെങ്കിൽ ആത്മീയമായ പ്രണയത്തിന്റെ അത്യുജ്വലമായ രേഖകളെ ഏറ്റെടുത്ത് ലോകോത്തരമായ പ്രണയത്തിന്റെ ഉന്നത പ്രപഞ്ചത്തിലെ കിരീടം വെക്കാത്ത രാജാവായ ഹൃദയത്തിന്റെ മുഴുവനും പ്രകാശമായ റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ലിൽ ആശിഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുത്തെയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും പുണ്യമുള്ളതാണ്. അതിൽപ്പെട്ട 2 വിഷയങ്ങളെ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെത്തിയാൽ അത് ഹബീബിന്റെ വീടാണ്, ഇഷ്ടപാത്രത്തിന്റെ നാടാണ്, പുണ്യനബിയുടെ വീട് ഉൾക്കൊള്ളുന്ന നാടാണ്, പുണ്യനബി ചുംബനം വെച്ചുകൊണ്ട് കൂടെ ഉറങ്ങുന്ന വീടാണ്. ആ വീട്ടിലേക്ക് ചെന്നാൽ അവന് സുന്നത്താണ് അയ്യസൂറൽ മശാഹിദല്ലതീ ബിൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ സന്ദർശിക്കൽ അവന് സുന്നത്താണ്. അതെത്രയാണെന്നറിയുമോ? 30 സ്ഥലങ്ങളാണ്. യഅരിഫുഹാ അഹ്ലുൽ മദീന. മദീനക്കാരായ ആളുകൾക്ക് അതറിയാം. ആ 30 സ്ഥലങ്ങളും മദീന നിവാസികളായ ആളുകൾക്ക് അറിയുന്നുണ്ട്. ആ സ്ഥലങ്ങൾ സന്ദർശിക്കൽ പ്രത്യേകമായി സുന്നത്താണ്. മാത്രമല്ല മഹാനവറുകൾ പറയുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുന്നതിന്റെ പരമാവധി സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ച് സഞ്ചരിക്കലും നിങ്ങൾക്ക് സുന്നത്താണ്.
അതുപോലെ തന്നെ അയാൾ ചെല്ലണം അൽ ആബാറല്ലതി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതവല്ലഉ മിൻഹാ ഔ യഗ്തസിലു വഹിയ സബഉ ആബാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിക്കുകയോ വുളൂ ചെയ്യുകയോ ചെയ്ത പ്രധാനപ്പെട്ട കിണറുകളും നീ സന്ദർശിക്കേണ്ടതാണ്. അത് 7 എണ്ണമാണ്. അതിൽ നിന്ന് വുളൂ ചെയ്യലും അതിൽ നിന്ന് വെള്ളം കുടിക്കലും പുണ്യകർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ എടുക്കുകയോ കുളിക്കുകയോ ചെയ്യാൻ വെള്ളം ഉപയോഗിച്ച കിണറുകൾ മദീനയിലുണ്ട്. ആബാറുൽ മദീന എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. അപ്പോഴാ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ സാന്നിധ്യത്തിന്റെ വരിഷ്ഠമായ രേഖകൾക്ക് കൃത്യമായി സാക്ഷ്യം വഹിച്ച മദീനയിലെ സാക്ഷ്യങ്ങളോട് ചേർന്ന് നിൽക്കൽ സുന്നത്താണ്. കാരണം എന്തേ? മുസ്തഫ ജാൻ റഹ്മത്ത് പേലാക്കോ സലാം. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിനോട് മുഴുവനും പ്രണയം കാണിക്കൽ സുന്നത്താണ്. അതിനോട് മുഴുവനും ചേർന്ന് നിൽക്കൽ അനിവാര്യമാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അതേ കിണറ്റിൽ നിന്ന് ഒളു എടുക്കലും കുടിക്കലും സുന്നത്താണ്. കാരണം എന്തേ? ജിസ് തറഫ് ഉഡ് ഗയി ദം മേ ദം ആ ഗയാ ഉസ് നിഗാഹേ ഇനായത്ത് പേ ലാഖോ സലാം. എവിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കിയാലും അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞ സ്ഥലം ആദരണീയമായി മാറി. ആ നോട്ടത്തിനും കണ്ണിനും ലക്ഷം സലാം. ബഹുമാനപ്പെട്ട ഇദ്ദുദ്ദീൻ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുപോലെ തന്നെ സുന്നത്താണ്. കമാ ഖാല ജമാഅത്തും മിനശ് ശാഫിയ്യത്തി വഗൈറുഹും. അവിടുന്ന് ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒളു എടുക്കുകയോ കുടിക്കുകയോ ചെയ്ത കിണറുകളുടെ അടുക്കൽ വരലും വയതബറക ബിമാഇഹാ, അതിലെ വെള്ളം കൊണ്ട് ബറക്കത്തെടുക്കലും വബിസാഇരിൽ മശാഹിദിൽ ലതീ ബിൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സാന്നിധ്യം അറിയിക്കുന്ന പവിത്രമായ സ്ഥലങ്ങളെല്ലാം മദീനയിൽ ചെന്ന് ഹബീബിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം ആദരവോടെ സമീപിക്കലും അവിടുത്തെയോടുള്ള ബഹുമാനത്തിന്റെയും പ്രണയത്തിന്റെയും ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് നിസ്കരിക്കുന്നതിന് പുണ്യമുണ്ട്. അവിടുന്ന് വിശ്രമിച്ച സ്ഥലത്ത് വിശ്രമിക്കുന്നതിന് പുണ്യമുണ്ട്. അവിടുന്ന് ഇടപാടുകൾ നടത്തിയ സ്ഥലങ്ങളിൽ ചെന്ന് സാന്നിധ്യത്തിന്റെ ബറക്കത്തെടുക്കൽ പുണ്യമുണ്ട്. ഇത് പറയുമ്പോൾ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോകുന്നതിനെ തെറ്റായി കാണുന്ന ആളുകളുണ്ട്. അവർക്ക് വ്യക്തമായ മറുപടികൾ ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം മഹബൂബ് കി മഹഫിൽ കോ മഹബൂബ് സജാത്തെ ആയേ വഹി ജിनको सरकार बुलाते हैं. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ചേരുന്നത് മുഴുവനും പ്രണയത്തോടെ വായിക്കേണ്ടതാണ്. അനുരാഗത്തിന്റെ ആത്മാവുകളെ കൊണ്ട് അടുത്തറിഞ്ഞ് ആധ്യാത്മികതയുടെ ഹൃദയം കൊണ്ട് ആലിംഗനം ചെയ്യേണ്ട പവിത്രതയുടെ അടയാളങ്ങളാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതെല്ലാം ആ ഹബീബിനോട് ചേർന്നിട്ടുള്ള തലത്തിന് മുഴുവനും പുണ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന സ്ഥലത്തിന്
നടത്തത്തിന് പുണ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്ന വഴിക്ക് പവിത്രതയുണ്ട്. അതുകൊണ്ടല്ലേ സ്വഹാബികൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനേക്കാളും വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ആത്മീയതയുടെയും അനുരാഗത്തിന്റെയും ആത്മലയങ്ങളെ മുഴുവനും പുണ്യപ്രവാചകരുടെ തിരുസവിധത്തിലേക്ക് സമർപ്പിച്ച മഹാന്മാരായ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്നത്, റൂഹി ഫിദാ യാ റസൂലല്ലാഹ്, എന്റെ ആത്മാവ് അവിടത്തേക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് ഓ നബിയേ. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വദിത്തു യാ റസൂലല്ലാഹ് അന്നക തഅതി ഫതുസല്ലി ഫീ ബൈതി ഫഅത്തഖിദഹു മുസല്ലാ. ഓ നബിയേ, തങ്ങൾ എന്റെ വീട്ടിൽ വന്ന് നിസ്കരിക്കണമെന്ന് ഞാൻ ആശിക്കുകയാണ്. തങ്ങൾ നിസ്കരിച്ച സ്ഥലം എന്റെ വീട്ടിലെ എനിക്കുള്ള മുസല്ലയായി ഞാൻ തിരഞ്ഞെടുക്കാനാണ്. യാ ഹബീബല്ലാഹ്, നിസ്കാരം അല്ലാഹുവിനുള്ളതാണ്, ആരാധന അല്ലാഹുവിന് മാത്രമാണ്. ഏറ്റവും പുണ്യമായ ആരാധന നിസ്കാരമാണ്. ആ നിസ്കരിക്കാനുള്ള സ്ഥലം, തങ്ങൾ വന്ന് നിസ്കരിക്കുന്ന സ്ഥലം ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ട് അവിടെ നിസ്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടൊന്ന് വരുമോ നബിയേ? അനുരാഗിയുടെ ആത്മാഭിലാഷത്തിന്റെയും അനുയായിയുടെ ആത്മസായുജ്യത്തിന്റെയും ഏറ്റവും ഉന്നതങ്ങളായ തലങ്ങളെ സ്വീകരിക്കണമെന്ന് ആശയുള്ള അതുല്യരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധേയത്വം കാണിക്കുന്നവരോട് മുഴുവനും സന്തോഷത്തോടെ സഹകരണം കൊടുക്കുന്ന ലോകൈക ഗുരുവായ പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നത് എന്താണ്? സഅഫഅലു ഇൻഷാ അല്ലാഹ്. ഓ ഇത്ബാൻ ഇബ്നു മാലിക്, ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ ചെയ്യാം, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാകട്ടെ. قال عتبان رضي الله عنه പറയുകയാണ്, فغدا رسول الله صلى الله عليه وسلم وابو بكر حين ارتفع النهار. പകലിന്റെ വെളിച്ചം വീശിയപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളും വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വീട്ടിലേക്ക് കടക്കട്ടെയോ ഇത്ബാനെ? അനുയായി ആണെങ്കിലും കുടുംബക്കാരനാണെങ്കിലും മറ്റൊരാളുടെ വീട്ടിലേക്ക് ചെന്നാൽ അനുമതിയില്ലാതെ കടക്കാൻ പാടില്ലെന്ന് നിയമം പഠിപ്പിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായിയോട് വീട്ടിലേക്ക് കടക്കാൻ അനുമതി ചോദിച്ചു. ഫഅദിൻതു ലഹു, ഞാൻ അനുമതി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കടന്നു. ഐന തുഹിബ്ബു അൻ ഉസല്ലിയ മിൻ ബൈതിക, ഓ ഇത്ബാനെ, ഞാൻ എവിടെ നിസ്കരിക്കണമെന്നാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്? വീട്ടിന്റെ ഏതു ഭാഗത്താണ് നിങ്ങൾ മുസല്ലയാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഫഅശറതു ഇലാ നാഹിയത്തിൻ മിനൽ ബൈതി ഫഖാമ النبي صلى الله عليه وسلم فكبر فصففنا فصلى ركعتين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ ഒരു ഭാഗം കാണിച്ചു കൊടുത്തു.
അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ നിന്നു. ഞങ്ങളെ പിന്നിൽ അണിയായി നിന്ന് നിസ്കരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു നിസ്കരിച്ച തലത്തിന് പുണ്യമുണ്ടെന്നും അത് നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പവിത്രമായ കാര്യമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച മഹാന്മാരാണ് ബഹുമാനപ്പെട്ട സ്വഹാബികൾ. ഇതൊരാള് മാത്രമല്ല, 4 പേരെ പ്രമുഖമായി നമ്മൾ വായിക്കാൻ ഇടവരികയാണ്. അതാ വരുന്നു ഉമ്മു സുലൈം. ഇമാം നസായി റളിയല്ലാഹു അൻഹു സ്വീകാര്യയോഗ്യമായ പരമ്പരയിലൂടെ ഉദ്ധരിക്കുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വന്നിട്ട് പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നബിയേ അവിടുന്ന് വീട്ടിൽ വന്നൊന്ന് നിസ്കരിക്കണേ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്ന് നിസ്കരിക്കുന്നു. ആ സ്ഥലം പതിവായി നിസ്കരിക്കാനുള്ള സ്ഥലമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ പാദങ്ങൾ പതിഞ്ഞ് ഏറ്റവും തഖ്വയോടെ നിസ്കരിക്കുന്ന നേതാവ് നിസ്കരിച്ച മുസല്ലയിൽ നിസ്കരിക്കാൻ സ്വഹാബി വനിതകൾ തീരുമാനിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂബ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ ഉപയോഗിച്ച സ്ഥലത്ത് തന്നെ നിസ്കരിക്കുകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അവിടെ അന്നത്തെ ഭരണാധികാരികൾ ഒരുപാട് വിമർശനം രേഖപ്പെടുത്തിയപ്പോഴും അവസാനമായി പറഞ്ഞു, നിങ്ങൾ എന്നെ എന്ത് തടഞ്ഞാലും പ്രശ്നമില്ല. മസ്ജിദുൻ നബവിയിലെ നിർണിതമായ ഒരു സ്ഥലത്ത് വളരെ അനുഗ്രഹീതമായ ഒരിടത്തിൽ സാധാരണ നിസ്കരിക്കാറുള്ള സ്ഥലമുണ്ട്, അത് മാത്രം എനിക്ക് വിലക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥന നടത്താനുള്ള കാരണം, മസ്ജിദുൻ നബവിക്ക് വലിയ പവിത്രതയുണ്ടെങ്കിൽ അതിൽ തന്നെ അതിനേക്കാൾ കൂടുതൽ മഹാത്മ്യമുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ പെട്ട തൂണുകളുണ്ട്, ഇടങ്ങളുണ്ട്. വിശദീകരിക്കാൻ ഇപ്പോൾ സമയം പോരാ. ആ വിധത്തിൽ തെരഞ്ഞെടുത്ത സ്ഥലമാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ താബിഈൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ട് നടപ്പിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു അനുയായിയാണോ അനുഗാമിയാണോ, ആ ഹബീബുമായി ബന്ധപ്പെട്ട സ്ഥലത്തിന് പുണ്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പോകാനുള്ള വീടാണ് മദീന. സറാപാചമനെ ദിയാറേ മദീന ദവാമാശന ഹേ ബഹാറേ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമേനി ഉമ്മ വെച്ചുറങ്ങുന്ന മദീനയുടെ മണൽപ്പരപ്പിന്റെ മഹാത്മ്യം ലോകത്തെവിടെയില്ല. അജബ് രംഗ് പർ ഹേ ബഹാറേ മദീന കെ സബ് ജന്നത്തെ ഹേ നിസാറേ മദീന. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമേനി ഉമ്മ വെച്ചുറങ്ങുന്ന പവിത്രമായ മദീന, അതിലെ മണൽത്തരികൾ മുഴുവനും അനുഗ്രഹീതമാണ്. അതിന്റെ അന്തരീക്ഷം അനുഗ്രഹീതമാണ്. അവിടുത്തെയുള്ള ഭാവങ്ങളെല്ലാം അനുഗ്രഹീതമാണ്. അതിലൂടെ പറന്ന പറവകളും ജന്തുക്കളും നടന്നുപോയ യാത്രികരും കടന്നു വന്ന വിചാരങ്ങളും അവിടുത്തെയോട് ബന്ധമുള്ളതെല്ലാം അരിഷ്ടമാണ്, പവിത്രമാണ്, പുണ്യമാണ്, അനുഗ്രഹീതമാണ്. അനുഗ്രഹീതമായ മദീനയുടെ മണൽപ്പരപ്പിൽ നിന്ന് അനുരാഗത്തിന്റെ ആത്മപ്രഭാവത്തെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ അനുരാഗിയുടെ മനസ്സ് വെമ്പുകയാണ്. അതുകൊണ്ടാണ് പുണ്യനബി കാലങ്ങൾക്ക് മുമ്പ്
പറഞ്ഞത് തൗഹീദിന്റെ തലസ്ഥാനം മക്കയാണെങ്കിലും അൽ ഈമാനു യരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ.